പ്രിയ സ്നേഹിതരെ, വിജയികളുടെ ലോകത്താണ് നാം ജീവിക്കുന്നത്. വി ആർ ലിവിങ് ഇൻ ആൻ അംബീഷ്യസ് വിന്നിംഗ് വേൾഡ്. ലോകം എപ്പോഴും പരിഗണിക്കുന്ന ധീരതയോടെ പോരാടുന്ന, കരുത്ത് കാണിക്കുന്ന, അതിസാമർഥ്യമുള്ള വിജയികളെയാണ്. ഒന്നാമതാകാൻ കഷ്ടപ്പെടുന്ന മനുഷ്യരാണ് ചുറ്റും. ഇപ്പോൾ ജീവിതമെന്നത് ജയപരാജയങ്ങൾ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ആരാണ് വിജയിക്കുന്നത് തോൽക്കുന്നത് എന്നറിയാനുള്ള കിടമത്സരങ്ങൾ മാത്രമാണ് നമ്മുടെ കളികളും കലകളും പഠനവും പ്രവൃത്തി മേഖലകളുമൊക്കെ. ഈ ലോകത്തിൻ്റെ മനോഭാവത്തെക്കുറിച്ച് ക്രിസ്തുവിന് നല്ല നിശ്ചയമുണ്ട്. തൻ്റെ ശിഷ്യരും അത് തന്നെ അനുകരിക്കുവാൻ പ്രലോഭിതരാകുമെന്ന് അവൻ അറിയാമായിരുന്നു. അവിടെ ആഗ്രഹങ്ങളുടെ സാധ്യതകൾ യേശു ഒരു ചെറിയ വാക്യം തകർത്ത് കളയുക. നിങ്ങൾക്കിടയിൽ അങ്ങനെയാകരുത്, നോട്ട് സോ വിത്ത് യു. പിന്നെ അവൻ ആഗ്രഹങ്ങൾക്ക് മറ്റൊരു മാനം കൊടുക്കുക. നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകരും, നിങ്ങൾ ഒന്നാമതാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണമെന്ന്. അങ്ങനെ ലോകചിന്താധാരി അവൻ പാടെ തകർത്ത് തരിപ്പണമാക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിന് ഇപ്പോഴും അവനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്നേ. അതിൻ്റെ കണ്ണുകൾ നമ്മുടെ ദൈവം തോറ്റൊരു ദൈവമാണ്. കാൽവരി നിസ്സഹായതയോടെ മരിച്ച ക്രിസ്തു പരാജയത്തിന് പ്രതീകമാണ്. അവൻ തോറ്റൊരു രക്ഷകനാണെന്ന് സ്ഥാപിക്കുവാൻ ലോകത്തിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ബൈബിൾ ഉണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ ജനനത്തിന് ചരിത്രത്തിൽ വേണ്ടത്ര തെളിവില്ലെന്ന് അത് വാദിക്കുന്നു. 30 വർഷം ആരും അവന് വലിയ വിധത്തിൽ പരിഗണിച്ചത് പോലുമില്ല. ഗലീലിൽ നിന്ന് വന്നൊരു ചെറുപ്പക്കാരനെന്ന നിലയിൽ 3 വർഷത്തോളം അവൻ്റെ പ്രബോധനങ്ങളും അത്ഭുത പ്രവർത്തനങ്ങളും ജെറുസലേമിലെ കുറച്ചധികം പേരെ ആകർഷിച്ചുവെന്നത് ശരിയാണ്. 33-ാമത്തെ വയസ്സിൽ ഒരു പെസഹ ആഘോഷവേളയിൽ അവൻ തടവിലാക്കപ്പെടുന്നു. കുറ്റവാളി ഒരാളെ എണ്ണപ്പെടുന്നു. 2 കള്ളന്മാരുടെ കൂടെ കുരിശിൽ തൂക്കപ്പെടുന്നു, മരണപ്പെടുന്നു. 3 ദിവസങ്ങൾക്കൊടുവിൽ അവൻ അനുഗമിച്ചവർ പറഞ്ഞു അവൻ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തുവെന്ന്. എന്നാൽ ആരും അത് അത്ര ഗൗരവത്തിലെടുത്തില്ലെന്ന ലോകം ചിന്തിച്ചത്. ഇപ്പോൾ ഇതാ 2000 വർഷത്തിലധികമായിരിക്കുന്നു. മാനവരാശി സമയത്ത് അളക്കുന്നത് അവൻ്റെ അന്ത്യവരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അവൻ്റെ വിരലുകളിലൂടെയാ ചരിത്രം കറങ്ങുന്നത്. സത്യത്തിൻ്റെ മൂലക്കല്ലായി അവൻ പരിണമിച്ചു. ദൈവമുണ്ട് എന്നതിൻ്റെ പ്രഥമ തെളിവായി അവൻ മാറിയിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ അടിത്തറയായി അവൻ തീർന്നിരിക്കുന്നു. തോറ്റ ജീവിതമെന്ന് വിധിയെഴുതിയ ലോകത്തിന് തെറ്റുപറ്റിയിരിക്കുന്നു. അവൻ്റെ തോൽവി തന്നെയായിരുന്നു യഥാർത്ഥ വിജയം. നമ്മൾ അഭിമാനിക്കുന്നത് ശിരസിൽ മുൾക്കിരീടം വെച്ച് കരപാദങ്ങൾ കാരിൽ മാണികൾ തറക്കപ്പെട്ട് കുരിശിൽ മരിച്ച പരാജയപ്പെട്ട ക്രിസ്തുവിനെയാണ്. നമ്മൾ പ്രഘോഷിക്കുന്നത് സ്നേഹത്തിന് വേണ്ടി തോൽക്കാൻ മനസ്സ് കാണിച്ച ദൈവത്തെക്കുറിച്ചാണ്. ദൈവമേ, ഈ ലോകത്ത് ജയിക്കാൻ വേണ്ടിയല്ല, എളിമയോട് തോറ്റുകൊടുക്കുവാനുള്ള കരുത്തിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മാത്രമേ നിൻ്റെ മുമ്പിൽ വിജയശീലാളിതരായി നിൽക്കുവാൻ ഞങ്ങൾ കഴിയുമെന്ന് ഞങ്ങളിപ്പോൾ അറിയുന്നു. ആമേൻ.